ഇടുക്കിയിലെ കൊളുക്കുമലയിലേക്കുള്ള ഓഫ് റോഡ് ജീപ്പുകളുടെ നിരക്ക് ഏകീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ്. കൊളുക്കുമല ഓഫ് റോഡ് ജീപ്പ് ട്രക്കിങ്ങിന്റെ ചാർജ് നിജപ്പെടുത്തി. 3000 രൂപയാണ് പുതുക്കിയ നിരക്ക്. ഒരു ജീപ്പിൽ 6 പേർക്ക് മാത്രമാണ് സഞ്ചരിക്കാൻ കഴിയുക. സൂര്യനെല്ലിയിൽ നിന്നും ഇടുങ്ങിയ പാതയിലൂടെയാണ് കൊളുക്കുമല ഓഫ് റോഡ് ട്രക്കിംഗ്. ഈ സാഹസിക യാത്ര വിനോദസഞ്ചാരികൾക്ക് എപ്പോഴും ആവേശമാണ്. ഈ യാത്രയ്ക്ക് പലപ്പോഴും ജീപ്പ് ഉടമകൾ അമിത നിരക്ക് ഈടാക്കുന്നുവെന്ന് പരാതി ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് യാത്രാ നിരക്ക് ഏകീകരിച്ചത്. 3000 രൂപയാണ് പുതിയ നിരക്ക്. ജീപ്പിൽ സഞ്ചരിക്കാൻ കഴിയുന്നവരുടെ എണ്ണം 6 നിജപ്പെടുത്തുകയും ചെയ്തു. ഇതുകൂടാതെ 3 മാസം കൂടുമ്പോൾ സാങ്കേതിക പരിശോധനകൾ നടത്തി ജീപ്പുകൾ ട്രക്കിങ്ങിന് യോജിച്ചതാണോ എന്ന് ഉടുമ്പൻചോല ജോയിന്റ് RTO ഓഫീസിൽ നിന്നും സുരക്ഷാ സ്റ്റിക്കറുകൾ നൽകി ഉറപ്പുവരുത്തും. ഇത്തവണത്തെ പരിശോധന പൂർത്തിയാക്കിയ 205 വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് സർവീസിന് അനുമതി നൽകി. പരിചയസമ്പന്നരായ ഡ്രൈവർമാരെ മാത്രമേ ഓഫ് റോഡ് ട്രക്കിങ്ങിനായി അനുവദിക്കുകയുള്ളൂ. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കൊളുക്കുമല SOPയുടെ നേതൃത്വത്തിലാണ് ഓഫ് റോഡ് ട്രക്കിംഗ് ഏകോപിപ്പിക്കുന്നത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ശേഷം റോഡ് ഷോ ആയിട്ടാണ് ജീപ്പുകൾ സൂര്യനെല്ലിയിലേക്ക് മടങ്ങിയത്. ആ യാത്രയും മനോഹരമായിരുന്നു. വാഹനത്തിന്റെ സാങ്കേതിക ഘടകങ്ങളുടെ പരിശോധനകളും അതുപോലെ തന്നെ ഡ്രൈവേഴ്സിന്റെ യോഗ്യതാ പരിശോധനയുമാണ് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. അതിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുള്ള ഡ്രൈവേഴ്സും മതിയായ എക്സ്പീരിയൻസ് ഉള്ളവരെയും മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ജില്ലയിൽ ഇപ്പോൾ കൊളുക്കുമല യാത്രയ്ക്ക് മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാറടക്കം നടക്കുന്ന ഓഫ് റോഡ് ട്രക്കിങ്ങിനും സമാന പരിശോധന ഏർപ്പെടുത്തിയാൽ വാഹന അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.